മറ്റൊരു വാർത്തയിലേക്ക്. മണിപ്പൂരിൽ വിറക് ശേഖരിക്കാൻ പോയ 4 പേരെ കാണാനില്ല. കേന്ദ്രസേനയുടെ സഹായത്തോടെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനിടെ പട്ടികവർഗ പദവി പുനഃപരിശോധിക്കണമെന്ന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കുക്കി വിഭാഗം രംഗത്തെത്തി. അതേസമയം ജോഡോ യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇതുവരെയും മണിപ്പൂർ സർക്കാർ ഇളവ് അനുവദിച്ചിട്ടില്ല. വിവരങ്ങളുമായി ശ്രുതി ചേരുന്നുണ്ട്. ശ്രുതി, മണിപ്പൂർ വീണ്ടും പുകയുകയാണോ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കും. ഇപ്പോൾ 4 പേരെ കാണാതായതായി പറയുന്നുണ്ട്. ഈ 4 പേർ, അതായത് ചുരാചന്ദ്പൂർ, ബിഷ്ണുപൂർ മലനിരകൾക്ക് സമീപത്ത് വിറക് ശേഖരിക്കാൻ പോയ 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് യാതൊരു വിവരവുമില്ല. ഇവരുടെ പേര് വിവരങ്ങളോ ചിത്രങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അതായത് ഏതെങ്കിലും സംഘടനയുടെ കൈകളിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണം, വെടിവെപ്പും ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളുടെ ആരുടെയെങ്കിലും കൈകളിൽ ഇവർ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സഹായത്തോടെ ഒരു വ്യാപക തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ പേര് വിവരങ്ങളും ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുള്ള ഒരു തെരച്ചിലാണ് പോലീസിന്റെ നീക്കം. ഇതിനിടയിൽ പ്രതിഷേധവുമായി ഇവരുടെ ബന്ധുക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രസേനയുടെ സഹായത്തോടെയുള്ള ഒരു തെരച്ചിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ മണിപ്പൂരിൽ വെടിവെപ്പുണ്ടായി എന്ന് പറയുന്നത് ഈ ബിഷ്ണുപൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് വെടിവെപ്പുണ്ടായതായി പറയുന്നത്. ഈ വെടിവെപ്പിൽ ഈ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ആയുധധാരികളായ ആൾക്കാർ അക്രമം പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ വെടിവെപ്പിൽ ആർക്കെങ്കിലും പരിക്കേറ്റതായുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗിനെതിരെ കുക്കി വിഭാഗം രംഗത്ത് വരികയുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതിഷേധവുമായി വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പട്ടികവർഗ പദവി പുനഃപരിശോധിക്കണമെന്ന ഒരു പരാമർശത്തിലാണ് ഇവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ കുക്കി വിഭാഗം നൽകുന്നത്. ഇതൊരു വലിയൊരു രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള മുന്നറിയിപ്പാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും നമുക്കറിയാം, ജനുവരി 14 രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഈ വെടിവെപ്പും സംഘർഷവും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇങ്ങനൊരു യാത്ര ആരംഭിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ മണിപ്പൂർ സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നിയന്ത്രണങ്ങളിൽ ഒരു ഇളവും നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മണിപ്പൂർ സർക്കാരിന്റെ നിലപാട്. അതായത് ഇവിടെ ഇംഫാലിൽ നിരോധനാജ്ഞ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടം ഉണ്ടാവാൻ സാധിക്കില്ല, അത്തരത്തിലൊരു കാര്യത്തിലേക്ക് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാട് മണിപ്പൂർ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്നലെ KC വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ യാത്ര നടത്തണമെന്ന് കോൺഗ്രസിനോട് ആരും പറയേണ്ടതില്ല, ഞങ്ങൾ അത്തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള തരത്തിലൊരു പ്രതികരണമാണ് KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് മണിപ്പൂരിനെ എങ്ങനെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്ക് ഒരു യാത്ര പുറപ്പെടുമ്പോൾ മണിപ്പൂരിനെ എങ്ങനെ ഒഴിവാക്കും എന്നാണ് സർക്കാർ പറയുന്നത് എന്നുള്ള തരത്തിലുള്ള KC വേണുഗോപാൽ പ്രതികരിക്കുകയുണ്ടായിരുന്നു. ഇത്തരമൊരു നിലപാട് അറിയിക്കുമ്പോൾ ഇത് ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇവർ നൽകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും KC വേണുഗോപാൽ പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു ഇങ്ങനെ വെടിവെപ്പും അക്രമവും ഒക്കെ ഒരു സാധ്യതയുള്ള നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനൊരു യാത്ര, ഇങ്ങനൊരു വലിയൊരു രീതിയിലുള്ള ആൾക്കൂട്ടം നിറഞ്ഞൊരു യാത്ര ആരംഭിക്കുമ്പോൾ വലിയൊരു സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ആൾക്കൂട്ടം, നിരോധനാജ്ഞയുള്ള സ്ഥലത്ത് ആൾക്കൂട്ടം അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മണിപ്പൂർ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു നിലപാട്. നിലവിൽ ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇന്നലെയായിരുന്നു അങ്ങനെ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ മറ്റൊരു പ്രദേശത്ത് നിന്ന് യാത്ര ആരംഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും കൂടുതൽ ജാഗ്രത വേണമെന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പറയുന്നത്. നിലവിൽ മണിപ്പൂരിലെ മറ്റൊരു പ്രദേശത്ത് നിന്ന് യാത്ര ആരംഭിക്കാനാണ് കോൺഗ്രസിന്റെ നിലപാട്. യാത്ര എന്തായാലും മാറ്റാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല. ഇതിനിടയിലാണ് വെടിവെപ്പും അക്രമ സാധ്യതയും ഒക്കെ മണിപ്പൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.
ലിബീഷ്. ശരി ശ്രുതി, മണിപ്പൂരിലെ സമകാലികാവസ്ഥയുടെ സമഗ്ര വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്രുതി പ്രകാശ് നൽകിയത്.